നമസ്കാരം. വരുന്ന 90 ദിവസത്തിനുള്ളിൽ രാജാവിനെ പോലെ ജീവിക്കാൻ യോഗം വന്നു ചേരുന്ന കുറച്ച് നക്ഷത്രജാതകരുണ്ട്. ഇവരുടെ ജീവിതം ആനന്ദപൂർണമാകും. പല രീതിയിലുള്ള നേട്ടങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും. സർവ്വവിധ ഐശ്വര്യമാണ് ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരുക. ഇവരുടെ ജീവിതം മാറിമറിയും. സ്വന്തം കുടുംബത്തിൽ നിന്ന് പോലും ഒരു പിന്തുണ ലഭിക്കാത്ത നക്ഷത്രജാതകർ തന്നെയാണ് ഇവർ. സ്വപ്രയത്നം കൊണ്ട് ഇവർ രക്ഷപ്പെടുക തന്നെ ചെയ്യും. 2025 ശനിമാറ്റം സംഭവിക്കും. 2025 മാർച്ചിലാണ് ശനിമാറ്റം ഉണ്ടാകുന്നത്. ശനിമാറ്റവും ഈ നക്ഷത്രജാതകരിൽ പലവിധ മാറ്റങ്ങളാണ് സംഭവിക്കുക. ഐശ്വര്യപൂർണമായ ഒരു ജീവിതം നയിക്കുവാനുള്ള ഒരു മഹാഭാഗ്യം ഈ നക്ഷത്രജാതകർക്ക് ഇനി വന്നു ചേരും. ഇവർ കൊതിച്ചതൊക്കെ ഇവർക്ക് നേടിയെടുക്കുവാൻ സാധ്യമാകും. ജീവിതത്തിൽ എത്രമാത്രം കഷ്ടപ്പാട് അനുഭവിച്ചിട്ടുണ്ടോ അതിലധികം നേട്ടമാകും ഇവർക്കിനി ലഭിക്കുക. ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നിയേക്കാം ഇതൊക്കെ സത്യമാണോ എന്ന്. 100% ഉറപ്പിക്കാം, തീർച്ചയായും സത്യമാകും. പ്രതിസന്ധികൾ വരുമ്പോൾ പതറാതെ മുന്നോട്ട് പോവുക. ചിലരുടെയൊക്കെ പ്രശ്നങ്ങൾ അങ്ങനെ തന്നെയാണ്. ജീവിതത്തിൽ പരാജയം ഏറ്റുവാങ്ങാൻ വിധിക്കപ്പെട്ടവർ. പക്ഷെ നിങ്ങൾ ഒരിക്കലും പരാജയപ്പെടില്ല എന്ന സത്യം മനസ്സിലാക്കുക. എല്ലാ നക്ഷത്രജാതകരും ഒന്നിനൊന്ന് മെച്ചം തന്നെയാണ്. ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇവരെ ഭാഗ്യങ്ങൾ തേടിവരും. എന്നാൽ ചില പരീക്ഷണങ്ങൾ ഇവരെ പിന്തുടരുകയും ചെയ്യും. ഈ പരീക്ഷണങ്ങളൊക്കെ കഴിഞ്ഞാൽ തീർച്ചയായും വിജയിക്കുവാൻ സാധ്യമാകും. അങ്ങനെ സർവൈശ്വര്യത്തിലേക്ക് പോകുന്ന, ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ സാധിക്കുന്ന കുറച്ച് നക്ഷത്രജാതകരുണ്ട്. ആ നക്ഷത്രജാതകരെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ അറിയാൻ പോകുന്നത്. ഇവർക്ക് സംഭവിക്കുന്ന വലിയ വലിയ മാറ്റങ്ങളെക്കുറിച്ചാണ് അറിയാൻ പോകുന്നത്. ഈ അടുത്ത സമയത്ത് ഒരു കുടുംബിനി, അവർക്ക് പ്രാരാബ്ധങ്ങളായിരുന്നു, പ്രശ്നങ്ങളായിരുന്നു. ജീവിതത്തിൽ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇവർക്ക് പ്രശ്നങ്ങൾ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. മനസ്സമാധാനമില്ല, സന്തോഷമില്ല, ആഗ്രഹങ്ങൾ ഒന്നും നടക്കുന്നില്ല. ആഗ്രഹങ്ങൾ നടക്കുന്നത് പോട്ടെ, ജീവിതത്തിൽ ദാരിദ്ര്യം മാത്രം ഇങ്ങനെ പിന്തുടർന്നുകൊണ്ടേയിരിക്കുന്നു. പണമില്ല, പ്രശ്നങ്ങൾ അധികം. പെട്ടെന്നൊരു ദിനം അവർക്ക് തോന്നി, സകല വിഘ്നങ്ങളും മാറ്റുന്നവനാണല്ലോ ഗണപതി ഭഗവാൻ. ലോകത്തെല്ലായിടത്തും ഗണപതി ഭഗവാനെ ആരാധിക്കുന്നുണ്ട്. വിനായകനാണ്. ഈ ഗണപതി ഭഗവാന് എല്ലാ മാസവും ഒരു ഗണപതി ഹോമം നടത്തിയാൽ തനിക്കൊന്ന് വിജയിക്കാൻ സാധിക്കുമോ? ഒരു തേങ്ങയുടച്ചാൽ എനിക്കൊന്ന് വിജയിക്കാൻ സാധിക്കുമോ? ആ മനസ്സിൽ തോന്നിയ കാര്യമാണ്. അവർ അങ്ങനെ തന്നെ ചെയ്തു. അവരുടെ ജന്മനക്ഷത്ര നാളിൽ അവർ ഗണപതി ക്ഷേത്രത്തിൽ പോകുകയും ഭഗവാന്റെ തിരുമുന്നിൽ തേങ്ങയുടയ്ക്കുകയും സകലവിധ വിഘ്നങ്ങളും മാറ്റിത്തരണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. ഉറപ്പായും അവർക്കൊരു മാറ്റം അവരുടെ ജീവിതത്തിൽ സംഭവിക്കുകയായിരുന്നു. അവരുടെ മക്കൾക്ക് ജോലി കിട്ടി. അവർക്ക് സന്തോഷകരമായ ഒരു ജീവിതം നയിക്കുവാനുള്ള മഹാഭാഗ്യം അവർക്ക് വന്നു ചേരുന്നു. നമ്മൾ പ്രവർത്തിക്കുക, തീർച്ചയായും നമുക്ക് വിജയിക്കാൻ സാധ്യമാകും. അവരെപ്പോഴും ഈയൊരു മന്ത്രം അവരെപ്പോഴും ചൊല്ലാറുണ്ട്. ഓം ഗം ഗണപതേ നമഃ, ഓം ഗം ഗണപതേ നമഃ. നിങ്ങൾക്കും കമൻറ്റിൽ അതൊന്ന് കുറിക്കാം. തീർച്ചയായും നിങ്ങൾക്ക് വിജയിക്കാൻ സാധ്യമാകും. ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളെയും എല്ലാ ദുഃഖങ്ങളെയും അകറ്റുവാൻ സാധിക്കും. ധനസമൃദ്ധി വന്നു ചേരും. ജീവിതത്തിൽ ദുരിത ദുഃഖങ്ങൾ അകന്നു പോകും. ആഗ്രഹിച്ചതും കൊതിച്ചതുമൊക്കെ ജീവിതത്തിൽ നേടിയെടുക്കുവാൻ വളരെ കുറഞ്ഞ ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് സാധ്യമാകും. അങ്ങനെയുള്ള ആ ഭാഗ്യശാലികളായ നക്ഷത്രജാതകരിൽ ആദ്യത്തെ നക്ഷത്രം അശ്വതിയാണ്. അശ്വതി നക്ഷത്രജാതകർക്കിത് ഭാഗ്യത്തിൻ്റെയും ഉയർച്ചയുടെയും സമയം തന്നെയാണ്. ധനസമൃദ്ധി വന്നു ചേരും. മംഗല്യഭാഗ്യം വന്നു ചേരും. ആഗ്രഹ സാഫല്യങ്ങൾ നടന്നു കിട്ടുന്ന സമയം. തിരുപ്പതി ദർശനം നടത്തുക. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഈ അടുത്ത സമയത്ത് എനിക്ക് തിരുപ്പതിയിൽ പോകാൻ കഴിയില്ല, പലവിധ ബുദ്ധിമുട്ടുകൾ ഉണ്ട്. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഭഗവാൻ വിളിക്കണം. ഭഗവാൻ വിളിച്ചാൽ മാത്രമേ നമുക്ക് തിരുപ്പതിയിൽ ദർശനം നടത്താൻ സാധിക്കുകയുള്ളൂ.
കാലങ്ങളായുള്ള ആഗ്രഹങ്ങൾ നടക്കണമെങ്കിൽ തീർച്ചയായും തിരുപ്പതിയിൽ നമ്മെ വിളിക്കും. തിരുപ്പതി വിളിച്ചാൽ മാത്രമേ ആ ക്ഷേത്ര സന്നിധിയിൽ നമുക്ക് പോകുവാനും അവിടെ പ്രാർത്ഥന നടത്തി മടങ്ങി വരുവാനും സാധ്യമാകുകയുള്ളൂ. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുക, ഓരോ കോയിൻ നിങ്ങൾക്ക് വല്ലപ്പോഴും കിട്ടുന്ന ഓരോ നാണയങ്ങൾ ഒരു പെട്ടിയിൽ സൂക്ഷിക്കുക. പോകാനായി ഉദ്ദേശിക്കുക തിരുപ്പതിയിൽ. തീർച്ചയായും ആ ഒരു സുദിനം വന്നു ചേരും. അന്ന് നിങ്ങൾ തിരുപ്പതിയിൽ ദർശനം നടത്തുക. ഈ കാണിക്ക ആ തിരുപ്പതിയിലെ വഞ്ചിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ദുഃഖങ്ങളൊക്കെ ഒഴിയുന്നതായി കാണുവാൻ സാധിക്കും. അശ്വതി നക്ഷത്ര ജാതകർക്ക് ഭാഗ്യമാണ്, ഉയർച്ചയാണ്. അടുത്ത നക്ഷത്രം കാർത്തികയാണ്. വരുന്ന 90 ദിവസത്തിനുള്ളിൽ ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിലെത്തുന്ന ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിച്ച് രക്ഷപ്പെടുന്ന നക്ഷത്ര ജാതകരിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന നക്ഷത്രം കാർത്തിക തന്നെയാണ്. കാർത്തികയ്ക്ക് ഐശ്വര്യമാണ്. 2025 ശനിമാറ്റമൊക്കെ ഏറ്റവും അധികം ഗുണം ചെയ്യുന്നത് കാർത്തിക നക്ഷത്ര ജാതകരിൽ തന്നെയാകും. പച്ചക്കർപ്പൂരം പൂജാമുറിയിൽ വാങ്ങിവെക്കുക. അതൊക്കെ ഐശ്വര്യമാണ്, സമൃദ്ധിയാണ്, സന്തോഷം വീട്ടിൽ കൊണ്ടുതരും. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറിക്കിട്ടും. ആഗ്രഹങ്ങളൊക്കെ നടന്നു കിട്ടും. കാർത്തികയ്ക്ക് ഇത് ധനവരവിൻ്റെ സമയമാണ്. അടുത്ത നക്ഷത്ര ജാതകരിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. കുടുംബ ഐശ്വര്യത്തിനും ആയുരാരോഗ്യ സൗഖ്യത്തിനും സമ്പൽ സമൃദ്ധിക്കും ജീവിത വിജയത്തിനും മംഗല്യ സൗഭാഗ്യത്തിനും ഇഷ്ടസന്താന ലബ്ധിക്കും അമ്മ അന്നപൂർണേശ്വരിയോട് പ്രാർത്ഥിക്കുന്നതാണ്. വെള്ളി ചൊവ്വാഴ്ച ദിവസങ്ങളിൽ പൂജയുണ്ട്. ഈ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും. മറ്റന്നാൾ ഞായറാഴ്ച ദിവസവും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഗണപതി ഹോമമുണ്ട്. ആ ഗണപതി ഹോമത്തിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും. ഇപ്പോൾ തന്നെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും ഒന്ന് കുറിച്ചേക്കുക. അടുത്ത നക്ഷത്രം ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ വന്നു നിറയുന്ന ആഗ്രഹങ്ങളൊക്കെ സഫലമാകുന്ന ആ നക്ഷത്രം മറ്റാരുമല്ല, മകീര നക്ഷത്രം തന്നെയാണ്. ധനസമൃദ്ധിയാണ് മകീര നക്ഷത്ര ജാതകർക്ക് ഇനി സംഭവിക്കുക. മകീര നക്ഷത്ര ജാതകർ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ ഓം ഗം ഗണപതി നമഃ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കണേ. നിങ്ങൾക്ക് ഐശ്വര്യം വന്നു ചേരും. ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറിക്കിട്ടും. മകീരത്തിനിത് ഭാഗ്യത്തിൻ്റെ സമയമാണ്. മകീരത്തിനിത് നേട്ടത്തിൻ്റെ സമയമാണ്. എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും ഒക്കെ ജീവിതത്തിൽ വന്നു ചേരും. അടുത്ത നക്ഷത്രം പുണർതമാണ്. പുണർതത്തിനും നല്ല നാളുകൾ വരവായി. ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഐശ്വര്യത്തിലേക്കും ഒക്കെ എത്തുന്ന സമയം. നിങ്ങൾ കൊതിച്ചതൊക്കെ നിങ്ങൾക്ക് നേടാൻ സാധിക്കും. അടുത്ത നക്ഷത്രം ആയില്യമാണ്. തിരുപ്പതി ദർശനം നടത്തുക. തിരുപ്പതി ബാലാജി ഭഗവാനെ പ്രാർത്ഥിക്കുക. ഓം നമോ വെങ്കിടാശായ നമഃ, ഓം നമോ ശ്രീനിവാസായ നമഃ എന്ന മന്ത്രം ചൊല്ലുക. അതൊക്കെ ജീവിതത്തിൽ ഒരുപാട് ഭാഗ്യത്തിന് കാരണമാകും. ഓം നമോ വെങ്കിടാശായ നമഃ, ഓം നമോ ശ്രീനിവാസായ നമഃ എന്ന മന്ത്രം ചൊല്ലുക. എത്രയും പെട്ടെന്ന് ആഗ്രഹങ്ങളൊക്കെ സഫലമാകും. ജീവിതത്തിൽ രക്ഷപ്പെടുവാൻ നിങ്ങൾക്ക് സാധിക്കും. അടുത്ത നക്ഷത്രം അത്തമാണ്. അത്തത്തിനത് ഭാഗ്യത്തിൻ്റെ നാളുകൾ തന്നെയാണ്. ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഒരുപാട് സമൃദ്ധിയും സന്തോഷവും ഒക്കെ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയം. ആഗ്രഹങ്ങൾ ഒക്കെ നടക്കുന്ന സമയം. അത്തം രക്ഷപ്പെടുക തന്നെ ചെയ്യും. ഏതൊരു കുടുംബത്തിൻ്റെയും വിളക്കാണ് അത്തം. അത്തം ഏത് വീട്ടിലുണ്ടോ അവിടെ ഒക്കെ ഐശ്വര്യമാണ്. കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നവരാണ്. എന്നാൽ കഷ്ടപ്പെട്ടാലോ വലിയ ഗുണമൊന്നുമില്ല എന്ന് തന്നെ പറയാം. പലരും ഇവരെ അകറ്റി നിർത്തുന്നതായി കാണുവാൻ സാധിക്കും. പലയിടത്തും ആർക്കൊക്കെ ഉപകാരം ചെയ്തിട്ടുണ്ടോ അവിടെയൊക്കെ ഇവർക്ക് ഒരു രീതിയിലല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ മനപ്രയാസങ്ങൾ ഉണ്ടാക്കിയിട്ടേയുള്ളൂ. അത്തത്തിന് ഭാഗ്യമാണ്. അത്തത്തിന് ഐശ്വര്യമാണ്. അത്തം നിങ്ങളുടെ വീട്ടിലുണ്ടോ തീർച്ചയായും വിജയിക്കുക തന്നെ ചെയ്യും. അടുത്തത് ചോതി നക്ഷത്രം. ചോതി നക്ഷത്ര ജാതകർക്കും ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരുന്നു. ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടുവാൻ സാധിക്കുന്നു. ഭാഗ്യമാണ്, ഉയർച്ചയാണ്. സ്വപ്രയത്നം കൊണ്ട് ഇവർ വിജയിക്കും. സ്വന്തം പ്രയത്നം കൊണ്ട് വിജയിക്കുന്ന നക്ഷത്ര ജാതകരിൽ ഒന്നാം സ്ഥാനത്ത് ഇവർ തന്നെയുണ്ട്. അടുത്ത നക്ഷത്രം തൃക്കേട്ടയാണ്. തൃക്കേട്ട നക്ഷത്ര ജാതകർക്കും ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്ന സമയം. പണം ധാരാളം വന്നു ചേരും. ജീവിതത്തിലെ കഷ്ടപ്പാടുകളൊക്കെ മാറിക്കിട്ടും. വരുന്ന 90 ദിവസത്തിനുള്ളിൽ വലിയൊരു ഭാഗ്യം, വലിയൊരു നേട്ടം ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോവുകയാണ്. ആഗ്രഹിച്ചതും കൊതിച്ചതുമൊക്കെ ഇവർ നേടിയെടുക്കുക തന്നെ ചെയ്യും. അടുത്ത നക്ഷത്രം പൂരാടമാണ്. പൂരാട നക്ഷത്ര ജാതകർ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ ഓം ഗം ഗണപതി നമഃ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ ഇടണേ. അത് നിങ്ങൾക്ക് ഒരുപാട് ഐശ്വര്യത്തിന് കാരണമാകും. ഭാഗ്യമാണ്,
നേട്ടമാണ്, ഐശ്വര്യമാണ്. നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സഫലമാകും. ജീവിതത്തിൽ കൊതിച്ചതൊക്കെ നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധ്യമാകും. രാജാവിനെ പോലെ ജീവിക്കുവാനുള്ള യോഗം വന്നു ചേരുന്ന നക്ഷത്രജാതകരിൽ പോരാടവുമുണ്ട്. അടുത്ത നക്ഷത്രം ചതയമാണ്. അതീവ സമൃദ്ധിയാണ്, അതീവ സന്തോഷമാണ് ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നത്. ആഗ്രഹിച്ചതും കൊതിച്ചതും ഒക്കെ ഇവരുടെ ജീവിതത്തിൽ നടന്നു തന്നെ കിട്ടും. ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരും. ഓം നമോ വെങ്കിടാശായ നമഃ, ഓം നമോ ശ്രീനിവാസായ നമഃ. ധനസമൃദ്ധിയാണ് ഫലം, മംഗല്യഭാഗ്യമാണ് ഫലം, ആഗ്രഹ സാഫല്യമാണ്. തിരുപ്പതി ദർശനം നടത്തുക. തിരുപ്പതി ബാലാജി ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾക്ക് കാരണമാകും. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്ന പരിഹാരങ്ങൾ അറിയുവാൻ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. പച്ചക്കർപ്പൂരം പൂജാമുറിയിൽ വാങ്ങിവെക്കുക. പച്ചക്കർപ്പൂരം കത്തിക്കുന്ന മെഷീനുമുണ്ട്, അതും പൂജാമുറിയിലൊക്കെ വാങ്ങിവെക്കുന്നതും റൂമിലൊക്കെ വാങ്ങിച്ചു വെക്കുന്നതും നിങ്ങൾക്ക് ഐശ്വര്യമാണ്. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ സമൃദ്ധി വന്നു ചേരും. ആഗ്രഹങ്ങളൊക്കെ സഫലമാകും. ഒരു പോസിറ്റീവ് എനർജി നിങ്ങളുടെ വീട്ടിൽ വന്നു ചേരും. ആഗ്രഹിച്ചതൊക്കെ നേടിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയും. അടുത്ത നക്ഷത്രം രേവതിയാണ്. കുടുംബത്തിൽ നിന്ന് പോലും ഒരു പിന്തുണ ലഭിക്കാത്ത നക്ഷത്രജാതകരാണ് രേവതി നക്ഷത്രജാതകർ. പലപ്പോഴും അങ്ങനെയാണ്, ചില സമയങ്ങളിൽ അങ്ങനെയാണ്. പക്ഷേ ഇനി അവർക്ക് നേട്ടമാണ്, സർവൈശ്വര്യമാണ്. ആഗ്രഹിച്ചതൊക്കെ നേടിയെടുക്കാൻ കഴിയുന്ന സമയമാണ്. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഒരുപാട് രക്ഷപ്പെടുന്ന നക്ഷത്രജാതകരിൽ എന്നും ഒരു പടി മുന്നിൽ ഇവരുണ്ടാവും. ഇവരുടെ നല്ല സമയം ആരംഭിച്ചു കഴിഞ്ഞു. ഭാഗ്യത്തിലേക്കാണ് നടക്കുന്നത്. ഭാഗ്യത്തിൻ്റെ എല്ലാ ഗുണങ്ങളും ഇവർ അനുഭവിക്കും. ഓം ഗം ഗണപതേ നമഃ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചിക്കുക. ഗണപതി ഭഗവാൻ കൂടെയുണ്ട്. ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറുന്നതിനോടൊപ്പം നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയും. 2025 ശനിമാറ്റം സംഭവിക്കും. 2025 മാർച്ചിലാണ് ശനിമാറ്റം ഉണ്ടാകുന്നത്. ഇത് നിങ്ങൾക്ക് ഭാഗ്യം നൽകും. നിങ്ങളുടെ ജീവിതം മാറിമറിയും. ആഗ്രഹിച്ചതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധ്യമാകും. അപ്പോൾ തീർച്ചയായും ദാനധർമ്മങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് കൊടുത്ത് മുന്നേറുക. നിങ്ങൾ ദാനധർമ്മങ്ങൾ എത്രമാത്രം നൽകുന്നു അത് നിങ്ങളുടെ ജീവിതത്തിൽ കാണുവാൻ സാധിക്കും. വലിയൊരു മാറ്റം, വലിയൊരു പ്രതീക്ഷ അത് സഫലീകരിക്കാൻ നിങ്ങൾക്ക് കഴിയും. അങ്ങനെ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി എത്തും വരെ നന്ദി, നമസ്കാരം.